നമസ്കാരം. പ്രധാന വാർത്തകൾ. ആക്രി പറക്കുന്നതിന്റെ മറവിൽ ക്ഷേത്രത്തിലെത്തി കാണിക്കവഞ്ചികൾ മോഷ്ടിച്ചു. യുവാവ് പിടിയിൽ. ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. ആറാട്ടുപുഴ മംഗലം കുറിച്ചിക്കൽ കുടുംബക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി മോഷ്ടിച്ച കേസിൽ സൗത്ത് ഡൽഹി ശ്രീനിവാസപുരി തൈമൂർ സ്വദേശി മുഹമ്മദ് ബാബുവിനെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് കായംകുളം കൂട്ടുംവാതുക്കൽ പാലത്തിന് സമീപത്തു നിന്നും പിടികൂടിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 11-നായിരുന്നു സംഭവം. ആക്രി ശേഖരിക്കുന്നതിന്റെ മറവിൽ ക്ഷേത്രത്തിലെത്തിയ പ്രതി ഉപദേവതാ ക്ഷേത്രങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന 2 കാണിക്കവഞ്ചികൾ മോഷ്ടിക്കുകയായിരുന്നു. നിർത്തിയിട്ട ലോറിക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തി. ആലുവ തോട്ടക്കാട്ടുകരയിലാണ് നിർത്തിയിട്ട ലോറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശി ശക്തിവേലാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. മരണകാരണം വ്യക്തമല്ല. പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹനുമാൻ കുരങ്ങുകൾ തിരിച്ചെത്തിയില്ല. മൃഗശാലയിൽ നാളെ സന്ദർശകരെ കയറ്റില്ല. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകൾ കൂട്ടിൽ കയറിയില്ല. 3 ഹനുമാൻ കുരങ്ങുകളാണ് ഇപ്പോഴും തിരിച്ചെത്താത്തത്. കുരങ്ങുകൾ തിരികെ എത്താത്തതിനാൽ മൃഗശാലയിൽ നാളെ സന്ദർശകരെ കയറ്റില്ലെന്ന് അറിയിപ്പ്. മനുഷ്യ സാന്നിധ്യമുണ്ടായാൽ കുരങ്ങ് തിരിച്ചെത്താൻ സാധ്യത കുറയുമെന്ന വിലയിരുത്തലിലാണ് നടപടി. 3 കുരങ്ങുകളും മൃഗശാല വളപ്പിലെ മരത്തിൽ കഴിയുകയാണ്. കുരങ്ങുകളെ തിരികെ എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതലാണ് കുരങ്ങുകളെ കാണാതായത്. ഇപ്പോൾ ഒരു ആൺകുരങ്ങ് മാത്രമാണ് കൂട്ടിൽ അവശേഷിക്കുന്നത്. തുറന്ന കൂടിന്റെ കിടങ്ങ് ചാടിക്കടന്ന കുരങ്ങുകൾ മൃഗശാല വളപ്പിനുള്ളിലെ മരത്തിൽ കയറി കൂടുകയായിരുന്നു. മോഷ്ടിച്ച വാഹനത്തിലെത്തി ബൈക്ക് മോഷണം. യുവതിയും 19-കാരനും പിടിയിൽ. ഒപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടിയും. മോഷ്ടിച്ച ഇരുചക്ര വാഹനത്തിലെത്തി മറ്റൊരു ബൈക്ക് മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഇടുക്കി രാജമുടി 16-ാം കണ്ടം പള്ളത്ത് വീട്ടിൽ ജസ്ന ജോർജ്, കട്ടപ്പന സ്വദേശിയായ 19-കാരൻ, പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി എന്നിവരെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത്. 27-ന് പുലർച്ചെ മഞ്ഞപ്പെട്ടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വൈപ്പിൻ സ്വദേശിയായ റോണി വർഗീസിന്റെ 1,20,20,000 രൂപ വില വരുന്ന ബൈക്കാണ് സംഘം മോഷ്ടിച്ചത്. ആലുവയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലെത്തിയ ഇവർ വാഹനം പൂട്ടുപൊളിച്ച് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാർ പോലീസിന്റെ സഹായത്തോടെ മോഷണ സംഘത്തെ പിടികൂടിയത്. 56 വർഷം മുമ്പ് മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം മഞ്ഞുമലയിൽ കണ്ടെത്തി. 56 കൊല്ലം മുമ്പ് മരിച്ച മലയാളി സൈനികന്റേതുൾപ്പെടെ 4 സൈനികരുടെ മൃതദേഹം കണ്ടെത്തി. റോഹ്താങ് പാസിലെ മഞ്ഞുമലയിൽ നിന്നാണ് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാന്റെ മൃതദേഹം കിട്ടിയത്. 1968-ൽ വ്യോമസേന വിമാനം തകർന്നാണ് സൈനികൻ മരിച്ചത്. വൈകിട്ടാണ് സൈന്യത്തിൽ നിന്നുള്ള വിവരം ആറന്മുള പോലീസിൽ ലഭിച്ചത്. ലഫ്റ്റനന്റ് അജയ് ചൗഹാൻ എന്ന കേണലാണ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടതെന്ന് ആറന്മുള പോലീസ് അറിയിച്ചു. 1968-ൽ കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹം സംബന്ധിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇക്കാര്യം അയാളുടെ ബന്ധുക്കളെ അറിയിക്കണമെന്നായിരുന്നു സൈന്യത്തിൽ ലഭിച്ച സന്ദേശമെന്നും പോലീസ് പറയുന്നു. അന്നത്തെ അപകടത്തിൽ മറ്റ് 3 സൈനികരുടെ മൃതദേഹം ലഭിച്ചതായും സൈന്യം അറിയിച്ചു. ഇവ കൂടി ലഭിച്ചതോടെ ഈ അപകടത്തിൽ മരിച്ച എല്ലാവരുടെയും മൃതദേഹം ലഭിച്ചതായും സൈന്യം അറിയിച്ചതായി ആറന്മുള പോലീസ് പറഞ്ഞു.